ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ റബ്ബി ശറഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധ ഖുർആനിലെ 113-ാമത്തെ സൂറത്തായ സൂറത്തുൽ ഫലക്കിലെ വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ് എന്ന ആയത്തിനെ തദബ്ബുർ ചെയ്ത് സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇൻഷാ അല്ലാഹ്. മുഅവ്വിദതൈൻ എന്നറിയപ്പെടുന്ന സൂറത്തുകളിൽ ഒന്നാണ് സൂറത്തുൽ ഫലക്ക്. മനുഷ്യനുണ്ടാകാവുന്ന വിവിധ തരത്തിലുള്ള കെടുതികളിൽ നിന്ന് ശരണം പ്രാപിക്കുകയും അള്ളാഹുവിനോട് രക്ഷ തേടുകയും ചെയ്യാൻ വേണ്ടി പഠിപ്പിക്കപ്പെട്ട സൂറത്തുകളിൽ ഒന്നാണ് സൂറത്തുൽ ഫലക്ക്. മക്കയിൽ അവതരിച്ച ഈ സൂറത്തിന് 5 ആയത്തുകളാണുള്ളത്. ഒരു വിശ്വാസി ഏറ്റവും അധികം രക്ഷ തേടേണ്ടുന്ന ഒരു കാര്യമാണ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ് എന്നത്. അസൂയപ്പെടുമ്പോൾ അവൻ്റെ കെടുതിയിൽ നിന്ന് ഞാൻ രക്ഷ തേടുന്നു എന്നർത്ഥം. അള്ളാഹു അവൻ്റെ അടിമകൾക്ക് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളിൽ ചില ആളുകളുടെ മനസ്സുകൾക്കുണ്ടാകുന്ന ഒരുതരം നീറ്റലാണ് അസൂയ അല്ലെങ്കിൽ ഹസദ്. ഒരാൾക്കൊരു നന്മ കൈവന്നാൽ നമുക്കതുകൊണ്ടൊന്നും നഷ്ടപ്പെടാനില്ല, എന്നാലോ മറ്റേ ആളിൽ നിന്നത് നീങ്ങി പോകണമെന്ന് ആഗ്രഹിക്കുന്നു. അതാണ് ഹസദ്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ മനുഷ്യ മനസ്സുകളെ സാരമായി ബാധിക്കുന്ന രോഗങ്ങളിൽ ഒന്നാണ് ഹസദ് എന്ന് പറഞ്ഞിട്ടുള്ളത്. വളരെ ഗൗരവത്തിൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണിത്. അധികം ആളുകളും അകപ്പെട്ടു പോകുന്ന, എന്നാൽ ഞാൻ ഈ തിന്മയിൽ അകപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പോലും കഴിയാത്തൊരു രോഗമാണ് അസൂയ. അതിൽ നിന്ന് രക്ഷപ്പെടുക എന്നത് വലിയ ഭാഗ്യമാണ്. ഉണങ്ങിയ വിറകിൻ കഷ്ണങ്ങളെ തീ തിന്നു തീർക്കുന്നത് പോലെ നമ്മുടെ സൽക്രമങ്ങളെ തിന്നു തീർക്കുന്ന ദുസ്വഭാവമാണ് അസൂയ. ഈ ഒരു ആയത്ത് നാം വളരെ ആഴത്തിൽ പഠിക്കേണ്ട ഒന്നാണ്. കാരണം അസൂയ എന്നത് മനുഷ്യന്റെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ആരോടാണോ തനിക്ക് അസൂയുള്ളത് അവരുടെ ഗുണങ്ങളെ അംഗീകരിക്കാനോ അവരുടെ സത്യങ്ങളെ മേന്മപ്പെടുത്താനോ ചെയ്യാനുള്ള മനസ്സ് നമുക്ക് നഷ്ടപ്പെടും. പകരം അവരുടെ ന്യൂനതകൾ ചികഞ്ഞന്വേഷിച്ച് അവരുടെ പോരായ്മകളെ പരസ്യപ്പെടുത്തുന്ന അവസ്ഥയായിരിക്കും ഉണ്ടായിരിക്കുക. എനിക്കോ നിങ്ങൾക്കോ ഒരാളോട് അപ്രകാരം അസൂയ തോന്നുന്നുണ്ടെങ്കിൽ നാം മനസ്സിലാക്കുക നമ്മുടെ ഈമാനിനാണ് ഒഴുക്കുതെറുക്കുന്നതെന്ന്. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വലാ യജ്തമിഅനി ഫീ ഖൽബി അബ്ദിൻ അൽ ഈമാനു വൽ ഹസദു. അസൂയയും ഈമാനും ഒരു ഹൃദയത്തിൽ ഒരുമിച്ചുണ്ടാവുകയില്ല എന്ന്. ഒരാൾക്ക് അസൂയ വന്നു കഴിഞ്ഞാൽ അയാൾ പകയുള്ള, ഏഷണിയും പരദൂഷണവും പരത്തുന്ന, ബന്ധവിച്ഛേദനങ്ങൾ നടത്തുന്ന, അക്രമവും അനീതിയുമുള്ള ഒരാളായി മാറും എന്നത് യാതൊരു സംശയവുമില്ല. മനുഷ്യകുലത്തിന്റെ തുടക്കം മുതൽ അസൂയ എന്ന രോഗമുണ്ട് എന്നാണ് ഇസ്ലാമിക ചരിത്രങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. ആദം നബിക്ക് സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അള്ളാഹുവിനെ ധിക്കരിക്കാൻ ഇബ്ലീസിനെ പ്രേരിപ്പിച്ചത് ഈ അസൂയയായിരുന്നു. മനുഷ്യ ചരിത്രത്തിലെ ആദ്യത്തെ കൊലപാതകം നടന്നതും ഈ പറഞ്ഞ ഹസദ് കാരണം തന്നെയായിരുന്നു. എന്തായിരുന്നു കാരണം? 2 പേർ അള്ളാഹുവിന് മുന്നിൽ ബലി സമർപ്പിച്ചിട്ട് ഒരാളുടേത് മാത്രം സ്വീകരിക്കപ്പെട്ടപ്പോൾ മറ്റേ ആൾക്ക് തൻ്റേത് സ്വീകരിക്കപ്പെടാത്തതിലുള്ള അമർഷം, തൻ്റേത് സ്വീകരിക്കപ്പെടാതെ വന്നതിലുള്ള കാരണം എന്താണെന്ന് അന്വേഷിച്ചറിഞ്ഞ് അതിനുള്ള മാർഗം സ്വീകരിക്കുന്നതിന് പകരം മറ്റേ ആളെ കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജൂതന്മാർ നിഷേധിക്കാൻ കാരണവും ഈ അസൂയ തന്നെയായിരുന്നു. മൂസാ നബിയുടെ സമുദായമായ ബനു ഇസ്രായേലിൽ നിന്നല്ലാതെ അറബികളിൽ നിന്ന് ഇസ്മായിൽ നബി അലൈഹി സ്വലാമയുടെ സന്താന പരമ്പരയിൽപ്പെട്ട ഒരാളെ തിരഞ്ഞെടുത്തതാണ് അവർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിഷേധിക്കാനുണ്ടായ കാരണം. വിശുദ്ധ ഖുർആൻ മക്കയിലെയോ തായിഫിലെയോ തലയെടുപ്പുള്ള ഒരു മഹാന്റെ മേലല്ലേ ഇറങ്ങേണ്ടത്? പിന്നെ എങ്ങനെയാണ് മുഹമ്മദ് നബിയുടെ മേൽ ഇറങ്ങിയത് എന്ന് ചോദിച്ചുകൊണ്ട് ആ പരിശുദ്ധ ഖുർആനെ നിഷേധിക്കാൻ മക്കാ മുശ്രിക്കുകൾക്കുണ്ടായ കാരണവും ഈ ഹസദ് തന്നെയായിരുന്നു. മുൻ സമുദായങ്ങൾക്ക് ബാധിച്ച ഈയൊരു രോഗം നമ്മളിലേക്കും പകർന്നിരിക്കുകയാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പരസ്പര സ്നേഹവും ഐക്യവും ബന്ധവും നശിപ്പിക്കുന്ന ഒന്നാണ് ഈ ഹസദ്. അതുകൊണ്ടാണ് സൂറത്തുൽ ഫലക്കിൽ വളരെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളിൽ നിന്ന് രക്ഷ തേടി പ്രാർത്ഥിക്കുന്ന ഒരു വിശ്വാസി വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ് എന്ന് പ്രാർത്ഥിക്കുന്നത്. നമുക്കൊരാളോട് ഹസദ് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ പണ്ഡിതന്മാർ ചില ലക്ഷണങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒന്നാമതായി, മറ്റുള്ളവർക്ക് ലഭിക്കുന്ന നേട്ടങ്ങളിൽ നമുക്ക് വിഷമം തോന്നുകയാണെങ്കിൽ, അതായത് മറ്റൊരാൾ ഒരു കാറ് വാങ്ങി, അല്ലെങ്കിൽ ഒരു വീട് വെച്ച്, അല്ലെങ്കിൽ അവരുടെ മക്കൾക്ക് വിവാഹം ശരിയായി, അവർക്ക് നല്ലൊരു ജോബ് ലഭിക്ക്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് വിഷമം തോന്നുകയാണെങ്കിൽ നാം മനസ്സിലാക്കുക നമുക്ക് അസൂയുണ്ട് എന്ന്. ഒരു യഥാർത്ഥ വിശ്വാസി മറ്റുള്ളവരുടെ ഗുണങ്ങൾ സന്തോഷിക്കുന്നവരാണ്. ഇനി അസൂയയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനുള്ള 3-4 മാർഗങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്നാമതായിട്ട്, ആർക്ക് എന്ത് ലഭിച്ചാലും അതെല്ലാം അള്ളാഹു നൽകിയതാണ്, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ഉദ്ദേശിച്ച അളവിൽ കൊടുക്കുന്നതാണെന്ന് നാം മനസ്സിലാക്കുക. അതിൽ നമുക്ക് അസൂയ തോന്നിയാൽ അള്ളാഹുവിൻ്റെ വിധിയിലല്ലേ നമുക്ക് അതൃപ്തി ഉണ്ടാവുക. രണ്ടാമത്തൊരു കാര്യം അസൂയ അടിച്ചമർത്തുക എന്നതാണ്. അതായത് ഒരാൾക്കൊരു നന്മ ലഭിച്ചാൽ നമ്മുടെ മനസ്സിൽ ഇനി ഞാൻ അവനെ സഹായിക്കില്ല, പിന്നീട് നമുക്ക് അവരുടെ ന്യൂനതകൾ പറയാനായിരിക്കും താല്പര്യം, അവരുടെ നന്മകൾ പറയുക. ഇതാണ് അസൂയ അടിച്ചമർത്താനുള്ള മറ്റൊരു മാർഗം. മൂന്നാമത്തൊരു കാര്യം, അസൂയ ഒരു കുതന്ത്രമാണെന്ന് നാം മനസ്സിലാക്കുക. അത് പ്രയോഗിച്ചവരിൽ തന്നെയായിരിക്കും അതിൻ്റെ മടക്കമെന്ന് നാം മനസ്സിലാക്കണം. നാലാമത്, നമുക്ക് കിട്ടാത്തത് മറ്റൊരാൾക്ക് കിട്ടുമ്പോൾ നമ്മൾ ചിന്തിക്കുക നമുക്ക് കിട്ടാത്തതിലൊരു ഹൈർ ഉണ്ടായിരിക്കുമെന്നാണ്. കാരണം ചിലപ്പോൾ അവർക്കതൊരു പരീക്ഷണമായിട്ടായിരിക്കും അള്ളാഹു കൊടുത്തിട്ടുള്ളത്. എല്ലാ അനുഗ്രഹങ്ങളും സന്തോഷിക്കാൻ മാത്രമുള്ളതല്ലല്ലോ, പരീക്ഷണങ്ങൾ കൂടിയാണെന്ന് നാം മനസ്സിലാക്കണം. 5-ാമത്തെ മാർഗം,
വളരെ പ്രധാനപ്പെട്ട ഒരു മാർഗം അസൂയയിൽ നിന്ന് നാം രക്ഷ തേടുക എന്നുള്ളത് തന്നെയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ആയത്തിൽ കൂടി തന്നെ നമുക്കത് പഠിപ്പിച്ചു തന്നു. അസൂയയിൽ നിന്ന് രക്ഷ തേടാനുള്ള പ്രാർത്ഥനയാണ് ഒമിൻ ശരി ഹാസിദിൻ ഇദാ ഹസദ് എന്ന പ്രാർത്ഥന. മറ്റൊരാൾക്ക് ലഭിക്കുന്ന നേട്ടങ്ങളിൽ അസൂയ വെക്കുന്നതിന് പകരം അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫദ്ലിക, അള്ളാഹുവെ നിന്റെ ഫദ്ലിൽ നിന്ന് ഞാൻ ചോദിക്കുവാണ്. മറ്റുള്ളവരുടെ നശിക്കണമെന്നല്ല, നിന്റെ ഫദ്ലിൽ നിന്ന് ഞാനും ഇതാ നിന്നോട് ചോദിക്കുന്നു. നമുക്ക് അള്ളാഹുവിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളതെല്ലാം തേടാം. എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അസൂയ അനുവദിച്ച 1-2 കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, 2 കാര്യങ്ങളിലല്ലാതെ അസൂയ പാടില്ല എന്ന്. ഒന്നാമത് ഇൽമിന്റെ വിഷയത്തിൽ, അതായത് ഒരു വ്യക്തിക്ക് ഖുർആനുമായി നല്ല ബന്ധമാണ്, അയാൾ ആ വ്യക്തി ആ ഖുർആൻ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നു. അങ്ങനെയൊക്കെ കാണുമ്പോൾ ഇതുപോലെ എനിക്കും കിട്ടിയിരുന്നെങ്കിൽ എനിക്കും ഇതുപോലെ ചെയ്യാമായിരുന്നു എന്ന് തോന്നുന്നത് അതൊരു അനുവദിക്കപ്പെട്ട അസൂയയാണ്. രണ്ടാമത് സമ്പത്താണ്. ധാരാളം സമ്പത്തുള്ള ഒരാൾ നന്മയായ കാര്യങ്ങൾ ചെയ്യുന്നത് കാണുമ്പോൾ എനിക്കും ഹലാലായ സമ്പത്ത് ലഭിച്ചിരുന്നെങ്കിൽ ദീനിയായ കാര്യങ്ങൾക്ക് വേണ്ടി എനിക്കും വിനിയോഗിക്കാം എന്ന് തോന്നുന്നത് അതും ഒരു അനുവദിക്കപ്പെട്ട അസൂയ തന്നെയാണ്. അസൂയ എന്നത് ഒരു മഹാമാരിയാണെന്ന് തിരിച്ചറിഞ്ഞ് നമ്മൾ എപ്പോഴും അസൂയയിൽ നിന്ന് രക്ഷ തേടിയും നമുക്ക് അസൂയ ഇല്ല എന്ന് ഉറപ്പുവരുത്തിയും മറ്റുള്ളവരുടെ അസൂയയുടെ നമ്മുടെ മേൽ ഇല്ലാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുകയും വേണം. അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹങ്ങൾ മറ്റുള്ളവരോട് പറയുക എന്നത് അനുവദിക്കപ്പെട്ട കാര്യമാണ്. അത് റബ്ബിനോടുള്ള നന്ദിയുടെ ലക്ഷണവുമാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ മറ്റുള്ളവരോട് പറയുമ്പോൾ അവർക്ക് നമ്മളോട് അസൂയ വെക്കുന്ന ഒരാളാണെങ്കിൽ അത് നമ്മൾ പറയാൻ പാടില്ല. ഹസദ് എന്നത് വലിയൊരു തിന്മയാണ്. അള്ളാഹു അതിൽ നിന്ന് നമ്മളെല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ. പരിശുദ്ധ ഖുർആൻ ആഴത്തിൽ പഠിക്കാനും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.